الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. قل إن الموت الذي تفرون منه فإنه ملاقيكم ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. സത്യവിശ്വാസികളെ വിശ്വാസികളെ റഹ്മാനായ സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിലെ എല്ലാ മേഖലയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ബറക്കത്തുകളും റഹ്മത്തുമെല്ലാം നമ്മിൽ ധാരാളമായി വർഷിക്കുമാറാവട്ടെ. ആയുസ്സിൽ, ആരോഗ്യത്തിൽ, സമ്പത്തിൽ, ഇടപാടുകളിൽ, കുടുംബത്തിലെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് ചൊരിയുമാറാവട്ടെ. രോഗികളായി കഴിയുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. അനുഭവിക്കുന്ന വേദനയ്ക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല പരിപൂർണമായ പ്രതിഫലം നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കളും ബന്ധുമിത്രാദികളും എല്ലാത്തരുമായ ധാരാളം സഹോദരങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏതു സമയത്ത് എവിടെ വെച്ച് എപ്പോൾ മരിക്കേണ്ടി വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചുകൊണ്ട് ഈമാനോടെ മരിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ റമദാൻ രണ്ടാമത്തെ വെള്ളിയാഴ്ചയിലാണ് നാം ഉള്ളത്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പുണ്യ ദിനരാത്രങ്ങളിൽ നമ്മളൊക്കെ ചെയ്യുന്ന വളരെ തുച്ഛമായ ന്യൂനതകൾ നിറഞ്ഞ അമലുകളെ അവന്റെ മഹളായ ഫദ്ല് കൊണ്ട് പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. സൂറത്തുൽ ജുമുഅയിലെ 8ാമത്തെ വചനമാണ് ഓതി വെച്ചത്. ജനിച്ചു വന്ന മുഴുവൻ മനുഷ്യന്മാരും ഏതെങ്കിലും ഒരു സമയത്ത് മരിക്കുമെന്നുള്ളത് അനിവാര്യമായ കാര്യമാണ്. പടച്ച റബ്ബല്ലാത്ത മുഴുവൻ
ജീവികളും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. ഭൂമുഖത്തുള്ള എല്ലാവരും നശിക്കുമെന്നാണ്, റബ്ബ് മാത്രം അവശേഷിക്കും. അവനാണ് ഹയ്യ്, അവനാണ് ഖയ്യൂം. എന്നെന്നും ജീവിച്ചിരിപ്പുള്ളവൻ അല്ലാഹു തആല മാത്രമാണ്. മറ്റൊരാൾക്കും അല്ലാഹു തആല എന്നുമുള്ള വാസം നിശ്ചയിച്ചിട്ടില്ല. നബിയോട് അല്ലാഹു തആല പറഞ്ഞുവല്ലോ, ഇന്ന മയ്യിത്തും വ ഇന്നഹും മയ്യിത്തൂൻ. നബിയെ, തീർച്ചയായും താങ്കൾ മരിക്കും, വ ഇന്നഹും മയ്യിത്തൂൻ, അവരും മരിക്കുമെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ആയത്തിറക്കി. ലോകത്ത് വന്ന അമ്പിയാക്കൾ എല്ലാം മരണമുള്ളവരാണ്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്തായിട്ടില്ലെങ്കിലും അദ്ദേഹം വഫാത്താകും ഇനി പിന്നീട്. എല്ലാവരെയും റൂഹിനെ പിടിക്കുന്ന മലക്കുൽ മൗത്ത് വരെ മരണം ആസ്വദിക്കുമെന്നാണ് ഹദീസുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. സൂര്യനെ ഒന്നാമത്തെ ഊത്തോടുകൂടി മഹാഭൂരിപക്ഷം ആളുകളും അതോടുകൂടി വലിച്ചു തീരുന്നു. ഒരു അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, സൂര്യൻ ഊതപ്പെട്ട് കഴിഞ്ഞാൽ ആകാശങ്ങളിലും ഭൂമികളിലുമുള്ള എല്ലാവരും അതോടുകൂടി മരണമടയുക തന്നെ ചെയ്യും. ഇല്ലാ മൻ ഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചവർ ഒഴികെ. സൂര്യന്റെ ഊത്തോടുകൂടി മലക്കുകൾ മരിക്കുമെന്നർത്ഥം. മലക്കുകളും ജിന്നുകളും പിശാചുക്കളും ഇബ്ലീസും അടക്കമുള്ള മുഴുവൻ സൃഷ്ടികളും അതോട് മരണം ആസ്വദിക്കുകയാണ്. ഇല്ലാ മൻ ഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചവർ ഒഴികെ. ആരാ അല്ലാഹു ഉദ്ദേശിച്ചവർ? അല്ലാഹു നമുക്കറിയില്ല. മലക്കുൽ മൗത്താണ് അതിന്റെ ഉദ്ദേശമെന്ന് തഫ്സീറിൽ പറഞ്ഞു കാണുന്നു. എല്ലാവരുടെയും റൂഹിനെ പിടിച്ച് എല്ലാവരും മരിച്ച ശേഷം മലക്കുൽ മൗത്തിനോട് റബ്ബ് ചോദിക്കുന്നതിൽ ആരാണ് ബാക്കിയുള്ളത്? അബി അർഹമുർ റഹീമിനായ നീയും ഞാനും മാത്രമേ ബാക്കിയുള്ളൂ, അല്ലാത്തവരെല്ലാം മരണപ്പെട്ട് കഴിഞ്ഞുവെന്ന് മലക്കുൽ മൗത്ത് പറയുമെന്നും അല്ലാഹു തആല പ്രതികരിക്കും, നീയും മരിച്ചേ പറ്റൂ, ഹയ്യായിട്ടുള്ള ഞാൻ മാത്രമാണ്, എന്നെന്നും ജീവിച്ചിരിപ്പുള്ളവൻ അല്ലാഹു തആല മാത്രമാണ്, നീയും മരണം ആസ്വദിക്കണമെന്ന് പറയുകയും മലക്കുൽ മൗത്തിൽ അല്ലാഹു തആല മരിപ്പിക്കുമെന്നാണ് ഇബ്നു അബി ദുനിയ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണുന്നത്. അല്ലാഹു എന്താണെങ്കിലും റബ്ബ് മാത്രമാണ് എന്നും ഹയാത്തുള്ളവൻ, മരണമില്ലാത്തവൻ, ഉറക്കമില്ലാത്ത, മയക്കമില്ലാത്ത, മരണമില്ലാത്ത, എന്നും ജീവിച്ചിരിപ്പുള്ളവൻ. അല്ലാഹു തആല പറഞ്ഞു, തവക്കുലാക്കുക, അലൽ ഹയ്യ്, എന്നും ജീവിച്ചിരിക്കുന്നവന്റെ മേൽ നീ തവക്കുലാക്കുക, അല്ലദീ ലാ യമൂത്ത്, മരണമില്ലാത്ത, മരിക്കാത്ത. മറ്റെല്ലാവരും മരിക്കുന്നവരാണ്, അമ്പിയാക്കളായാലും മൗലിയാക്കളായാലും മഹാന്മാരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും തെമ്മാടികളും തോന്നിവാസികളും സജ്ജനങ്ങളും അടക്കം എല്ലാവരും മരിക്കുമെന്ന കാര്യം തീർച്ചയാണ്. ഓടി രക്ഷപ്പെടാൻ സാധ്യമല്ല എന്നർത്ഥം. 1000 കൊല്ലം ആയുസ് കിട്ടിയാലും ശരി, അത് കഴിഞ്ഞാലും മരിച്ചേ പറ്റുമെന്ന് അല്ലാഹു തആല പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന മരണം ഫൈനഹു മുലാഖീകും, അത് നിങ്ങൾ കണ്ടുമുട്ടുക തന്നെ ചെയ്യുമെന്നാണ്. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും, ഏത് മരണത്തിൽ നിന്നാണോ നിങ്ങൾ ഓടി അകലാൻ ശ്രമിക്കുന്നത്, ആ മരണം നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. അതുകൊണ്ട് അത് സത്യമാണ്, യാഥാർത്ഥ്യമാണ്. എങ്കിൽ ആ മരണത്തെ സ്മരിക്കുകയും അതിനുവേണ്ടി തയ്യാറാവുകയും ചെയ്യുക, അതാണ് ബുദ്ധിമാൻ ചെയ്യേണ്ടത്. എന്തായിരുന്നാലും സംഭവിക്കുമെന്ന് ഉറപ്പുള്ളൊരു കാര്യം, സംശയിക്കാനും വകുപ്പില്ലാത്ത, സംശയിച്ചിട്ടും കാര്യമില്ലാത്ത ഒരു യാഥാർത്ഥ്യം, ഏത് നിമിഷത്തിലും നമ്മെ വന്ന് ബാധിക്കാൻ സാധ്യതയുള്ള ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ അതിനുവേണ്ടി ഒരുങ്ങുക, അതാണ് പ്രധാനം. നബി ഞങ്ങൾ പറഞ്ഞു, സ്വന്തത്തെ കീഴ്പ്പെടുത്തുകയും മരണശേഷമുള്ളതിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തവനാരോ അവനാണ് അൽ കയ്യിസ്. സ്വന്തത്തെ കീഴ്പ്പെടുത്തുകയും മരണശേഷമുള്ളതിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തവനാരോ അവനാണ് അൽ കയ്യിസ്. സ്വന്തത്തെ കീഴ്പ്പെടുത്തുകയും മരണശേഷമുള്ളതിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തവനാരോ അവനാണ് അൽ കയ്യിസ്.
ബുദ്ധിമാൻ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അവനാണ് ബുദ്ധിമാൻ, അല്ലാത്ത ബുദ്ധിയല്ല. എന്തു മരണം അതൊക്കെ വരുമ്പോഴേലേ അപ്പൊ നോക്കാം എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിയല്ല, സാമർഥ്യമല്ല. പല ആളുകളും അങ്ങനെയാണ്. അതൊക്കെ ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല, അതുവരെ ആസ്വദിക്കാമെന്ന് പറയാം. മരിക്കുന്നവരെ ആസ്വദിക്കാം, ജീവിതം ഒന്നല്ലേ ഉള്ളൂ, അടിച്ചു പൊളിക്കാമെന്ന് പറയുന്ന അത് ബുദ്ധിയല്ല. ഏത് നിമിഷത്തിലും വന്നെത്താവുന്ന യാഥാർത്ഥ്യമാണ് മരണം എന്നത്. അൽ മൗതു ബാബുൻ വകുല്ലു നാസി ദാഖിലുഹു എന്നാണ്. മരണം ഒരു കവാടമാണ്. ആ കവാടത്തിലൂടെ എല്ലാവരും കടക്കുക തന്നെ ചെയ്യും. അപ്പൊ കടക്കാതിരിക്കാൻ കഴിയില്ല. തലക്കേടിൽ എത്ര കാലം ഇനി ആയുസ് ബാക്കിയുണ്ട് എന്ന വല്ല വിവരവും മുൻകൂട്ടി കിട്ടുകയാണെങ്കിൽ അവസാനം വെച്ച് നന്നാകാമെന്ന് വിചാരിക്കാം. പക്ഷെ അതും നമുക്കറിയില്ല, എപ്പോഴാണ് മരിക്കുക എന്നറിയില്ല. അതുകൊണ്ടാണ് സ്വഹാബിമാർ മുതലുള്ളവർ വലിയ ജാഗ്രത മരണത്തിന്റെ കാര്യത്തിൽ അവർ കാത്തു സൂക്ഷിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. സ്വഹാബിയായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ ഒരു ജനാസയുടെ കൂടെ പോവുകയാണ്. ഒരാൾ ചോദിച്ചു, ആരാണ്, ആരുടെ മയ്യിത്താണ്, ആരുടെ മയ്യിത്താ കൊണ്ടുപോകുമെന്ന് ചോദിക്കുമ്പോൾ അബൂ ദർദാ പറഞ്ഞു, അൻത, ഇത് നീയാ, നിന്റെ മയ്യിത്താണ്. അതാ ഒരു ഉത്ബോധനമാണ്, ഒരു വാഇലാണ്. മരണം കൊണ്ട് ഒരാള് ഉപദേശം സ്വീകരിച്ചില്ല എങ്കിൽ ഫലൈസ ലഹു വാഇദ എന്നാണ്. ഒരു മനുഷ്യന് മരണം ഒരു ഉപദേശകനായിട്ടില്ല എങ്കിൽ പിന്നെ ഒരു ഉപദേശിക്കാൻ മറ്റാരുമില്ല. മരണം കൊണ്ട് അവൻ ഉപദേശം സ്വീകരിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ, അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എങ്കിൽ ഇനി അവനെ പഠിപ്പിക്കാൻ മറ്റെന്താണുള്ളത്, ഇനി അവനെ ഉപദേശിക്കാൻ മറ്റാരാ ഉള്ളത്? അതുകൊണ്ട് അബൂ ദർദാ പറഞ്ഞത്, ഈ മയ്യിത്ത് ആലോചിക്കുമ്പോ അൻത, അത് നീയാണ് എന്ന് അബൂ ദർദാ ആയത്തോടെ കൊടുത്തു. അല്ലാഹു തആല യഖൂൽ ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തുൻ. അല്ലാഹു തആല പറഞ്ഞുവല്ലോ, നീ മരിക്കും, അതേപോലെ അവരും മരിക്കുമെന്ന് അല്ലാഹു നബിയോട് പറയുന്നു. ഈ ആയത്ത് എനിക്കും നിനക്കും ബാധകമാണ് എന്ന അർത്ഥത്തിൽ അബൂ ദർദാ റളിയല്ലാഹു അൻഹു ആ ആയത്തോടെ കൊടുക്കുകയാണ്. ഒരു മയ്യിത്തിനെ കൂടെ പോകുമ്പോൾ ആ നിലക്കുള്ള ചിന്ത സഹോദരങ്ങളെ ഉണ്ടാവേണ്ടതുണ്ട്. കേവലം ഒരു മയ്യിത്തിനെ പിന്നാണ് പോകുന്നത് മാത്രമല്ല, ഒരു കുടുംബക്കാരനാണ്, സുഹൃത്താണ്, ഓനെ കൂടെ പോയില്ലെങ്കിൽ മോശല്ലേ, മരിച്ചോട് ചെന്നെങ്കിൽ മോശല്ലേ, അതൊന്നുമല്ല. ആ മയ്യിത്ത് ചുമന്നു കൊണ്ടുപോകപ്പെടുമ്പോൾ ഇത് ഞാനാണ്, എന്റെ മയ്യിത്താണ് കൊണ്ടുപോകുന്നത് എന്ന ആ ബോധമുണ്ടാകണമെന്നാണ് സ്വഹാബിയുടെ ഈ ചെയ്തിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം തന്നെ പറഞ്ഞ മറ്റൊരു വചനം കാണാം, ഇദാ ദർതൽ മൗത ഫഉദ്ദ നഫ്സക കഇദാഹു ഔ കഅഹദിഹി. മരിച്ചവരെ പറ്റി നീ ഓർക്കുകയാണെങ്കിൽ, മരിച്ചുപോയ മനുഷ്യന്മാരെ പറ്റി നീ ഓർക്കുകയാണെങ്കിൽ അവരിൽ ഒരാളെ പോലെ നീ എന്നെ കണക്കാക്കുക എന്നാണ്. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി അദ്ദേഹത്തിന്റെ തോളിൽ കൈവച്ചുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, മോനെ, നേരം എടുത്താൽ വൈകുന്നേരമാകുമെന്ന് നീ പ്രതീക്ഷിക്കേണ്ടതില്ല. ഇദാ അസ്ബഹത ഫലാ തൻതലിൽ മസാ വഇദാ അംസൈത ഫലാ തൻതലിൽ സ്വബാഹ്. നേരം പുലർന്നാൽ വൈകുന്നേരമാകുമെന്ന് പ്രതീക്ഷ വേണ്ട, വൈകുന്നേരമായാൽ നേരം പുലരുമെന്നും പ്രതീക്ഷ വേണ്ട. വഉദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ. ഖബറാളികളെ കൂട്ടത്തിൽ നീ എന്നെ എണ്ണിക്കൊള്ളുക. ആ ഒരു ഒരുക്കം എനിക്കും നിങ്ങൾക്കും അനിവാര്യമാണ്. മരണത്തിലുള്ള ഒരുക്കം, മരിക്കുമെന്നത് ഉറപ്പാണ്, സംശയമില്ല. അത് ഇന്നുണ്ടാകാമെന്നത് സാധ്യതയാണ്. എങ്കിൽ അതിനുവേണ്ടി ഒരുങ്ങുക. ഏതു യാത്രക്കും ഒരുങ്ങുന്നവരാണ് നമ്മൾ. യാത്രയുടെ സ്വഭാവം അനുസരിച്ച് ദീർഘമായ യാത്രയാണെങ്കിൽ, നേരത്തെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടതാണെങ്കിൽ ആ ടിക്കറ്റ് നമ്മൾ എടുത്തു വെക്കുന്നു. അല്ലെങ്കിൽ പോകാൻ കഴിയില്ല, പോകാൻ കഴിയാത്തതുകൊണ്ടല്ല, അല്പം പ്രയാസപ്പെടും. ആ പ്രയാസപ്പെട്ട് പോകാൻ കഴിയാത്തത് കൊണ്ടാണ് നേരത്തെ എല്ലാം ഒരുക്കി വെക്കുന്നത്. വേണ്ട വിഭവങ്ങളെല്ലാം ശേഖരിക്കും, വസ്ത്രമെല്ലാം റെഡിയാക്കി വെക്കും. അല്ലാതെ സമയമാകുമ്പോ നാം പോകാമെന്ന് പറഞ്ഞ് പോകലില്ലല്ലോ. എങ്കിൽ ഇത് മടക്കമില്ലാത്ത യാത്രയാണ്, തിരിച്ചു വരാത്ത യാത്ര. എല്ലാം ഒഴിവാക്കി പോവുകയാണ്. കുടുംബത്തെ ഇവിടെ ബാക്കിയാക്കി, സമ്പത്തെല്ലാം ബാക്കിയാക്കി, എല്ലാം ഇവിടെ ഒഴിവാക്കിയുള്ള യാത്രയാണ്. ഇത് തിരിച്ചു വരുന്നില്ല, ഒരു കാലത്തും ഈ ദുനിയാവിലേക്ക് ഇനി വരുന്നില്ല. 40, 50, 60, 70 കൊല്ലം വാരിക്കൂട്ടിയ സമ്പാദ്യങ്ങൾ മുഴുവനും ഹക്കും ബാത്തിലും നോക്കാതെ ആരാന്റെ അവകാശങ്ങളെ പോലും കൈയടക്കി വെച്ച്, അനന്തരാവകാശങ്ങൾക്ക് പോലും അവകാശം വിട്ടുകൊടുക്കാതെ അതുപോലും കൈയടക്കി വെച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ പിന്നാലെ അടയുന്നത്. അവസാന ഒരു നിമിഷം എല്ലാം ഒഴിവാക്കി പോകുമ്പോൾ ഇനി ഒരു കാലത്തും തിരിച്ചു വരുന്നില്ല. ഇനി ആരെടുത്തു നമ്മൾ അറിയുന്നില്ല. ഇനി ആരതിന് അവകാശികൾ നമ്മളെ ബാധിക്കുന്നില്ല, അറിയുന്ന പോലുമില്ല. എന്റെ കാലശേഷം എന്റെ വീടെന്തായി, എന്റെ മക്കളെന്തായി, എന്റെ ഭാര്യ എന്തായി, എന്റെ സമ്പത്ത് എന്തായി, എന്റെ കച്ചവടം എന്തായി, ആരറിയാൻ?
അത് കഴിഞ്ഞു, അത് ഒഴിവാക്കി അവൻ പോയി. ആ യാത്ര അത് സത്യമാണ്. ആ മരണമാണ് ഏറ്റവും വലിയ വാഇദ്, ഏറ്റവും വലിയ ഉപദേശി മരണമാണ് എന്നാണ്. ആ ഉപദേശം ഉൾക്കൊണ്ടുകൊണ്ട് ഒരുങ്ങയാണ്. എന്താ ഒരുങ്ങേണ്ടത്? ഒരുക്കത്തിന് ഒന്നാമത്തെ കാര്യം മരണ തന്നെയാണ്. മരിക്കുമെന്ന ഓർമ്മ, അതെപ്പോഴും ചിന്തിക്കുക, അത് ഓർക്കുക. ആ മരണം ഓർത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും അവരുടെ ജീവിതം കൃത്യമായ ക്രമീകരിക്കാൻ കഴിയും. മരിക്കുമെന്ന യാഥാർത്ഥ്യത്തെ ഓർമ്മയുണ്ടായാൽ, ഞാൻ എന്ന് മരിച്ചേക്കാമെന്ന ആ തോന്നലുണ്ടായാൽ, അതോടുകൂടി സ്വാഭാവികമായും അവരുടെ ജീവിതം കുറ്റമുക്തമായി മാറും. ഒരു ഹറാമിലേക്ക് പോകുമ്പോൾ, കാണാൻ പാടില്ലാത്ത കാര്യങ്ങൾ കാണുമ്പോൾ, ഞാനെങ്ങാനും ഇത് കണ്ടുകൊണ്ടങ്ങ് മരിക്കുകയാണെങ്കിൽ എന്താ എന്റെ അവസ്ഥ ആലോചിച്ചാൽ മതി. മൊബൈൽ ഫോണുകളിൽ തോന്നിവാസങ്ങൾ കാണുന്ന മനുഷ്യന്മാർ ഈ ശബ്ദം കേൾക്കുന്നുണ്ട് എങ്കിൽ ആ രംഗം കാണുമ്പോൾ ഓർക്കുക, ഈ രംഗം കണ്ടുകൊണ്ടാണ് ഞാൻ മരിക്കുന്നതെങ്കിൽ, ഹറാം കണ്ടുകൊണ്ടാണ് ഞാൻ മരിക്കുന്നതെങ്കിൽ, ഇന്നമൽ അഅ്മാലു ബിഖവാതീമിഹാ എന്ന അമലുകൾ പര്യവസാന പ്രകാരമാണ്. ഞങ്ങൾ പറഞ്ഞ അവസാനം ഒരാളുടെ അമൽ എന്താണോ അതാണ് പരിഗണിക്കപ്പെടുക. കുറെ കാലം നല്ലത് ചെയ്തു, പക്ഷെ മരിക്കാൻ നേരത്ത് ഒരു തിന്മയിൽ മുഴുകിക്കൊണ്ടാണ് മരിച്ചത്, തോന്നിവാസിയായിക്കൊണ്ടാണ് മരിച്ചത്, ഒരു തെറ്റായ മോശമായ വഴിക്കാണ് മരിച്ചത്, അതാണ് പരിഗണിക്കപ്പെടുക. അത്രയും കാലം ചെയ്തത് ബാത്തിലാവാൻ ഇത് മതിയാകുമെന്നർത്ഥം. ഇന്നമൽ അഅ്മാലു ബിഖവാതീമിഹാ, നിശ്ചയമായും കർമ്മങ്ങൾ പരിഗണിക്കപ്പെടുക പര്യവസാന പ്രകാരമാണ്. അവസാനത്തെ അവന്റെ അമൽ എന്താണ്, ദുനിയാവിന് പോകുമ്പോൾ സാഹചര്യം എന്താണ്, യാത്ര പോകുമ്പോൾ എന്താണ് അവന്റെ അവസ്ഥ, അതാണ് പരിഗണിക്കപ്പെടുക. അത്രയും കാലം ചെയ്തത് ഉപകാരപ്പെടണമെങ്കിൽ നല്ല മരണം, ഹുസ്നുൽ മൗത്ത് ലഭിക്കണം. അപ്പോൾ ഒരു ഹറാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അപ്പൊ ഇത് ചെയ്തുകൊണ്ട് ഞാനെങ്കിൽ ഈ സമയത്ത് മരിച്ചാൽ എന്തായിരിക്കും? ഒരു ഹറാമ് കണ്ടുകൊണ്ട്, ഒരു ഹറാമ് കേട്ടുകൊണ്ട്, ഒരു തോന്നിവാസത്തിന് മുഴുകിക്കൊണ്ട്, ഒരു അന്യായത്തിന് അക്രമത്തിന് കൂട്ടുനിൽക്കുന്ന അവസ്ഥയിൽ, ആ ഒരു അവസ്ഥയിലാണ് എന്റെ മരണമെങ്കിൽ എന്നേക്കുമായി നട്ടക്കാരനായി മാറുമെന്ന ആ ഓർമ്മ, അതാണ് മരിക്കുമെന്ന ഓർമ്മ. എപ്പോഴും ആ ചിന്ത വേണം. അതിന് പ്രായമൊന്നും വേണ്ട, രോഗം വേണ്ട, ഒന്നും വേണ്ട. രോഗം ആവശ്യമില്ല, പ്രായം ആവശ്യമില്ല. ജനിച്ച ആ നിമിഷം മുതൽ ഏത് സെക്കൻഡിലും അവന് മരണം വരാം. അല്ലാതെ പ്രായം കൂടിയായി ഇനി ഒരുങ്ങണ്ടേന്നല്ല അകത്തേക്ക്, അതല്ല, എപ്പോഴും ഒരുങ്ങണം. അതിന് പ്രായം പുസ്തകമില്ല, രോഗം ആവശ്യമില്ല. അവസാന ശ്വാസം കാത്തുകിടക്കുന്ന ഒരു രോഗി മരിക്കാൻ എന്ത് സാഹചര്യമുണ്ടോ, എന്ത് സാധ്യതയുണ്ടോ, അതേ സാധ്യത ഞാൻ നിങ്ങൾ ഈ നിമിഷം മരിച്ചു വീഴാനുണ്ട്. ഒരേ സാധ്യതയാണ്. രോഗവും മരണവും യാതൊരു ബന്ധവുമില്ല. രോഗവും മരണവും ബന്ധമില്ല. ആളുകൾ പലപ്പോഴും മരണത്തിനാണ് ചികിത്സിക്കുന്നത്, രോഗത്തിനല്ല. എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അവസാനം എന്നാലും എവിടെയും കൊണ്ടുപോയിട്ട് രക്ഷപ്പെടുത്താൻ പറ്റുമോ നോക്കുക. മരണത്തിന് രക്ഷപ്പെടുത്താൻ ഒരു ചികിത്സയുമില്ല. രോഗം വരാതിരിക്കാം. രോഗവും മരണവും എന്തു ബന്ധം? റബ്ബ് നിശ്ചയിച്ച ആയുസ് അവസാനിക്കുന്ന സമയത്ത് ഒരു സമയവും പിന്നെ മുന്തിക്കുകയുമില്ല, പിന്തിക്കുകയുമില്ല. ആ നിലക്കാണ് അല്ലാഹു തആല മലക്കളെ അതിന് ഏർപ്പാടാക്കിയിരിക്കുന്നത്. ഒരു സെക്കൻഡ് അങ്ങോട്ടും ആവില്ല, ഒരു സെക്കൻഡ് ഇങ്ങോട്ടും ആവുകയില്ല. അതുകൊണ്ട് മരണവും രോഗവും യാതൊരു ബന്ധവുമില്ല, മരണവും പ്രയാസങ്ങളും യാതൊരു ബന്ധവുമില്ല. നിശ്ചയിക്കപ്പെട്ട ആയുസ് എപ്പോൾ അവസാനിക്കുന്നുവോ അവിടെ മരിക്കും. രോഗമുണ്ടെങ്കിലും ഇല്ലെങ്കിലും എത്ര വലിയ വലിയ ആരോഗ്യവാന്മാർ മരിച്ചു വീഴുന്നു. സംസാരിച്ചുകൊണ്ടിരിക്കെ മരിച്ചു വീഴുന്ന മനുഷ്യന്മാരെ എത്രയാണ് നമ്മളൊക്കെ വീഡിയോ കാണുന്നത്. വ്യത്യസ്തമായ ജോലികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ നടന്നു പോകുമ്പോൾ കുഴഞ്ഞു വീണ് മരിച്ചു നമ്മൾ കാണുന്നു. വാഹനം ഓടിച്ചു പോകുമ്പോൾ അറ്റാക്കായി മരിച്ചു. നമ്മളൊരു പേര് പറയാണ്, അറ്റാക്കായി. അതേപോലെ കുഴച്ചിലുണ്ടായി, ഒരു പേര് പറയാ, കാരണം പറയാൻ മാത്രം അവന്റെ ആയുസ് കഴിഞ്ഞു. അതാണ് യഥാർത്ഥ ഉത്തരവാദിത്വം. അല്ല നിശ്ചയിച്ച മണിക്കൂറുകളും മിനിറ്റുകളും സെക്കൻഡുകളും, അതിനപ്പുറത്തേക്ക് ഒരു സെക്കൻഡ് പോലും അധികം ലഭിക്കുകയില്ല, ഒരു സെക്കൻഡ് പോലും അതിൽ നിന്ന് കുറയുകയില്ല. ആ ഒരു ബോധത്തിന് ഒന്നാമതായി ഈ മരണ ചിന്തയാണ് വേണ്ടത്. മരിക്കുമെന്ന ഓർമ്മ, ഞാൻ മരിക്കും, പക്ഷെ ഇന്ന് ഞാൻ പോയേക്കാം. ഇന്ന് പോയാൽ എന്താ കൈവശമുള്ളത്? ഇന്നിപ്പോ നമ്മളെ വിളിച്ചിട്ട് ഒരു ദീർഘമായ യാത്രക്ക് നമ്മോട് പറഞ്ഞാൽ ഇന്ന് വരാൻ കഴിയില്ല, നേരത്തെ പറയേണ്ടത് മതി. ഒരു ദീർഘമായ യാത്ര, 1-2 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു യാത്രക്ക് ഒരു സുഹൃത്തിപ്പോ വിളിക്കുക, ഒരു വഴിക്ക് പോകാണ്ട് വാ, നീയും വാ, നമുക്ക് പോകാം, 2 ആഴ്ച കഴിഞ്ഞ് വരുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താ, എങ്ങനെ ഇപ്പൊ പോരാ, നേരത്തെ പറയണ്ടേ? എന്തെല്ലാം ഒരുക്കാനുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞേൽപ്പിക്കാനുണ്ട്, വീട്ടിലെ പല കാര്യങ്ങൾ തർത്തീബാക്കാനുണ്ട്. സാധാരണ ദുനിയാവിൽ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്ന താൽക്കാലികമായ യാത്രയ്ക്ക് പോലും കൈവശം ഒരുക്കങ്ങൾ നമ്മൾ പോകാറില്ല എങ്കിൽ മടക്കമില്ലാത്ത യാത്രയ്ക്ക് എങ്ങനെയാ സഹോദരന്മാരെ നമ്മളൊക്കെ പോവുക? കൈയൊന്നുമില്ല.
നമ്മുടെ കയ്യിൽ ഒന്നില്ല. എന്താ ഉള്ളത്? ആ യാത്രയിൽ കൊണ്ടുപോകാനായി സാദ്, പാഥേയമായി, യാത്രാ വിഭവമായി എന്തുണ്ട് കൈവശം? അമലുകളാണ് ആ യാത്രയിലെ യാത്രാ വിഭവങ്ങൾ. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വതസവ്വദു, യാത്രയ്ക്ക് ആവശ്യമായ വിഭവങ്ങളെ നിങ്ങൾ ശേഖരിക്കണം. ഫഇന്ന ഖൈറസ്സാദി തഖ്വ, ഏറ്റവും ഖൈറായ സാദ് തഖ്വയാണ്. തഖ്വയാകുന്ന യാത്രാ വിഭവങ്ങളെ കൈവശമുള്ളവരാണ് ആ യാത്രയിൽ പ്രയാസപ്പെടാതിരിക്കുക. ഒന്നുമില്ല എങ്കിൽ ഏതു സമയത്തും ഞാൻ മരിച്ചാൽ എന്താ എന്റെ അവസ്ഥ? ഇന്ന് ഞാൻ മരിച്ചാൽ ഒരുപക്ഷെ ഈ സമയത്ത് മരിച്ചാൽ മഗ്‌രിബിന് മുമ്പോ തൊട്ട് ശേഷമൊക്കെയായി നമ്മളെ കൊണ്ടുപോയി മറവ് ചെയ്യും. എന്താ കൈവശമുള്ളത്? എന്താ ഒരുങ്ങിയിട്ടുള്ളത്? എന്താ കൊണ്ടുപോകാനുള്ളത്? അവിടെ ചെന്നാൽ എന്തായിരിക്കും എന്റെ അവസ്ഥ? ആലോചിക്കേണ്ടതല്ലേ? ആ ദിക്റുൽ മൗത്ത്, മരണസ്മരണ. അതേപോലെ മരിച്ചവരെ കുറിച്ചുള്ള ഓർമ്മ. അതിനുവേണ്ടി നമ്മോട് ഖബർ സന്ദർശിക്കാൻ പറ്റും. ഖബറിനെ ചെല്ലുമ്പോൾ ഒരു ഓർമ്മ. പരിചയമുള്ള ആളുകൾ, സുഹൃത്തുക്കൾ, പ്രായം കുറഞ്ഞവർ, അയൽവാസികൾ, മാതാപിതാക്കൾ തുടങ്ങി പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. ആ ഖബറിലേക്ക് ചെന്ന് നിൽക്കുമ്പോ അവരൊക്കെ പോയി, ഞാനും വേണമല്ലോ ഇതുപോലെ വന്ന് കിടക്കുക എന്ന ആ ഒരു ഓർമ്മ. എമ്മാടും സംസാരിച്ച ആളുകൾ, ആ നാവെല്ലാം അതൊക്കെ നശിച്ചു. സൗന്ദര്യം കാത്തു സൂക്ഷിച്ച ആളുകൾ, അതൊക്കെ പുഴുക്കൾ തന്നെ മണ്ണായി മാറിക്കഴിഞ്ഞ ആ ഖബറിനടിയിൽ അവന്റെ കണ്ണുകളും മൂക്കും അവന്റെ അവയവങ്ങൾ മുഴുവനും അതെല്ലാം ദ്രവിച്ചില്ലാതായി പോയി. ഈ അവസ്ഥയിൽ ഒരുപക്ഷെ 4 ദിവസം കഴിയുമ്പോൾ നമ്മളെത്തിയേക്കാം. ഇന്ന് മരിച്ചു മറമാടപ്പെട്ടാൽ 4-5 ദിവസം കഴിയുമ്പോഴേക്ക് നമ്മളും പൊട്ടിച്ചീഞ്ഞളിഞ്ഞ് നമ്മുടെ ശരീരഭാഗങ്ങളെല്ലാം മണ്ണിന്റെ ഭാഗമായി പുഴുക്കൾ തിന്നുന്ന ഒരവസ്ഥയിലേക്ക് ഈ തടി മാറിയേക്കാം. സൗന്ദര്യം കാത്തു സൂക്ഷിച്ച് എല്ലാ അർത്ഥത്തിലും ഉഷാറായി ഇറങ്ങാൻ നമ്മൾ അവസാനത്തെ കുളിയും കുളിച്ച് അല്ലെങ്കിൽ കുളിപ്പിച്ച് കൊണ്ടുപോയി ഖബറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഏതാനും ദിവസങ്ങൾ കൊണ്ട് ഈ ശരീരം പൂർണ്ണമായും പൊട്ടിച്ചീഞ്ഞളിഞ്ഞ് അത് മണ്ണിന്റെ ഭാഗമായി മാറിപ്പോകും. ഖദ് അലിംനാ മാ തൻഖുസുൽ അർളു മിൻഹും വഇൻദനാ കിതാബുൻ ഹഫീദ്. അവരുടെ ശരീരത്തിൽ നിന്ന് ഭൂമി എന്താണ് ചുരുക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാമെന്നാണ് അല്ലാഹു തആല സൂറത്ത് ഖാഫിൽ പരിചയപ്പെടുത്തിയത്. എല്ലാം രേഖപ്പെടുത്തിയ രേഖ നമ്മുടെ പക്കൽ ഉണ്ട്. ഇത് യാഥാർത്ഥ്യമാണ്, സത്യമാണ്. അതുകൊണ്ട് ഖബർ പോയി കാണുക ഒരു പ്രധാനപ്പെട്ട ഒരു നിമിത്തമാണ്. ഖബർ പോയി, അത് ഏത് ഖബറുമാകാം, മുസ്ലിക്കിന്റെ ഖബർ വരെ അതിനുവേണ്ടി സന്ദർശിക്കാമെന്നാണ് ഹദീസ് അടിസ്ഥാനത്തിൽ മനസ്സിലാകുന്നത്. മുസ്ലിം ആയിക്കൊള്ളുന്നില്ല, നമ്മുടെ സുഹൃത്തായിരുന്നു, അമുസ്ലിമാണ്, അയാൾ മരിച്ചു, അവന്റെ ഖബറിൽ വരെ ചെന്നാലും നമുക്ക് ആ ബോധമുണ്ട് എങ്കിൽ അവിടെ പോകാമെന്നാണ്. അത്തരം ഖബറുകൾ പോവുക, ഖബർസ്ഥാനിൽ പോകുക. നബിതങ്ങൾ ധാരാളമായി ഖബർസ്ഥാനിൽ പോകാറുണ്ട്. രാത്രി സമയത്ത് നബിതങ്ങൾ എഴുന്നേറ്റ് ഖബർസ്ഥാനിൽ പോയ സംഭവങ്ങൾ കാണാം. ആയിഷ പറയുന്നു, എന്റെ റൂമിൽ കിടന്ന നബിയെ ഞാൻ രാത്രി പെട്ടെന്ന് എണീറ്റപ്പോ നബിയെ കാണുന്നു. ഞാൻ തെറ്റിദ്ധരിച്ചു പോയി, നബി എങ്ങാനും എല്ലാം എണീറ്റ് മറ്റേ ഭാര്യയുടെ അടുത്തേക്ക് പോയോ എന്ന് ഞാൻ സംശയിച്ചു പോയി. ഞാൻ പുറത്തിറങ്ങി, നബി എവിടെ പോയി അത് ഒന്ന് കണ്ടുപിടിക്കണമല്ലോ. പുറത്തേക്ക് നബിതങ്ങൾ അത് അങ്ങനെ നടന്നു പോവുകയാണ്. ഞാൻ ശബ്ദമുണ്ടാക്കാതെ അവിടെ പിന്നാലെ ഞാനും പിന്തുടർന്നു. എവിടേക്കാണ് ഈ പോക്ക് എന്ന് നോക്കാൻ വേണ്ടി ഞാൻ പിന്നാലെ പോയി. നോക്കുമ്പോൾ നബിതങ്ങൾ പോകുന്നത് ബഖീഇലേക്കാണ്, മദീനയിലെ ഖബർസ്ഥാൻ. ബഖീഉൽ ഉർഖദ്, ആ ഖബർസ്ഥാനിലേക്ക് നബിതങ്ങൾ പോകും. അവിടെ ചെന്ന് നബിതങ്ങൾ ദീർഘമായി നിൽക്കുകയാണ്. നബിതങ്ങൾ കരയുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. തിരിച്ചു പോരുമ്പോൾ ആയിഷ ബീവി പറഞ്ഞു, ഞാൻ മുന്നിൽ ഓടി നബി എന്നെ കാണാതിരിക്കാൻ വേണ്ടി. നബിതങ്ങൾ മടങ്ങി വരുന്നു എന്ന് കണ്ടപ്പോൾ ഞാൻ മുന്നിലോടി വേഗം വീട്ടിൽ ചെന്ന് പുറപ്പെട്ട് മൂടി ഞാൻ അവിടെ കിടന്നു. നബിതങ്ങൾ വന്നപ്പോ മനസ്സിലായി, എന്റെ കിടപ്പ് കണ്ടപ്പോ നബി എന്താണ് ആയിഷ, ഞാൻ എന്നെ വഞ്ചിക്കുമെന്ന് നബി വിചാരിച്ചു. നബിതങ്ങൾ പറഞ്ഞു ഖബറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഒരിക്കൽ മയ്യിത്തുമായി നബിതങ്ങൾ ചെന്നു. മയ്യിത്ത് മറമാടാൻ വേണ്ടി നബി സഹാബത്തും വന്നു. സഹാബിമാരെ പറയാം, അവിടെ വന്നപ്പോൾ ഖബറിന്റെ പണി പൂർത്തിയായിട്ടില്ല. ഖബർ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്, പണി കഴിഞ്ഞിട്ടില്ല. മയ്യിത്ത് അവിടെ വെച്ചു. ഞങ്ങൾ എല്ലാവരും അവിടെ ചുറ്റും നിൽക്കുകയാണ്. നബി അവിടെ ഇരുന്നു. തന്റെ കൈ ചെറിയൊരു കൊള്ളിക്കഷ്ണമുണ്ട്. ആ കൊള്ളിക്കഷ്ണം നിലത്തിങ്ങനെ വരച്ചുകൊണ്ട് നബി അങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് നബി ഞങ്ങൾക്ക് വല്ലാത്തൊരു ഉപദേശം തന്നു. നബി ഞങ്ങൾ പറഞ്ഞു, ഖബറിന്റെ ഭയാനകത, മരണത്തിന്റെ ആ അവസാന നിമിഷങ്ങൾ, വിശ്വാസികൾ അനുഭവിക്കുന്ന അനുഭവങ്ങൾ, ഖബർ വിശ്വാസിയുടെ, മുനാഫിഖിന്റെ, അവിശ്വാസിയുടെ എല്ലാം അനുഭവങ്ങൾ നബി ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾ ആ സമയത്ത് കേട്ടുന്ന അവസാന നബി ഞങ്ങൾ പറഞ്ഞു, ഇതുപോലെ രംഗം വരാനുണ്ട്,
അതിന് നിങ്ങൾ ഒരുങ്ങണേ, തയ്യാറാകണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾക്ക് ഉപദേശം നൽകിയെന്ന് സ്വഹാബിമാരെ പഠിപ്പിക്കുക. സഹോദരങ്ങളെ, അത് ചില പാഠങ്ങളാണ്. ഖബറുകൾ പോയി കാണുക, ഖബർസ്ഥാനിൽ ചെല്ലുക, രോഗിയെ പോയി കാണുക, അതൊക്കെ പാഠം ഉൾക്കൊള്ളാനാണ്. രോഗിയെ പോയി കാണുന്നത്, ആരോഗ്യമുള്ള മനുഷ്യന്മാർ സുഖമില്ലാതെ കിടക്കുമ്പോ അവിടെ പോയി കാണുന്നത് തൽക്കാലം പോയില്ലെങ്കിൽ മോശമല്ല എന്ന് കഴിഞ്ഞിട്ട് മാത്രമല്ല, കുടുംബം നോക്കി പരിചയം നോക്കി മാത്രമല്ല, എന്നേക്കാൾ ആരോഗ്യമുണ്ടായിരുന്ന മനുഷ്യനില്ല, ആരോഗ്യം നഷ്ടപ്പെട്ടു. ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ കാര്യം. നമ്മൾക്ക് നല്ല റാഹത്തിൽ ജീവിക്കുന്നു, ഒന്ന് ശ്രദ്ധ തെറ്റിയാൽ ഇവിടെ ഇറങ്ങുമ്പോ ചവിട്ട് തെറ്റിയാൽ മതി, ഒരു പക്ഷെ ജീവിതകാലം മുഴുവനും പിന്നീട് വിരിപ്പിലേക്ക് മാറാൻ അത് മതിയാകും. എത്ര കാലങ്ങളായി കുഴഞ്ഞു കിടക്കുന്ന എത്ര മനുഷ്യന്മാരുണ്ട്, 10, 20, 30 കൊല്ലം അങ്ങനെ കിടക്കുന്ന മനുഷ്യന്മാരില്ല. നമ്മളെപ്പോലെ ആരോഗ്യമുണ്ടായ ആളുകളാണ്, ജോലി ചെയ്ത ആളുകളാണ്, ഭാര്യയും മക്കളുമുള്ള ആളുകളാണ്. എവിടെയോ ഒരു വണ്ടി ഇടിച്ചു, അല്ലെങ്കിൽ ഒന്ന് ശ്രദ്ധ തെറ്റി, ഒരു ചവിട്ട് തെറ്റി, ഒന്ന് വീണുപോയി, എവിടെയോ വെച്ച് അടിച്ചു, അതോടുകൂടി അവന്റെ കഴി പിന്നെ ബാക്കിയുള്ള ആയുസ് മുഴുവനും ആ കിടക്കപ്പായിൽ കിടന്നവൻ ജീവിക്കുകയാണ്. 43 കൊല്ലം കൊഴിഞ്ഞു കിടന്ന ഒരാളെ തലശ്ശേരി വെച്ച് പരിചയപ്പെടാൻ അവസരമുണ്ട്. 43 കൊല്ലമായി ആ മനുഷ്യൻ കിടക്കുന്നു. ഗൾഫിലേക്ക് പോയി ഏതാനും മാസങ്ങൾ അവിടെ നിന്നു. അവിടുന്ന് സംഭവിച്ചൊരു വീഴ്ച, ഒരു അപകടം, അതിനെ തുടർന്ന് അയാള് നട്ടതിന് തകരാറ് പറ്റി 43 കൊല്ലം ആ മനുഷ്യൻ ഒരേ കിടപ്പിലാണ്. സഹോദരങ്ങളെ, നമുക്കൊക്കെ അത്ര തന്നെ ഉള്ളൂ. ഇന്ന് നമ്മളുണ്ട്, നാളെ എന്താ അവസ്ഥ അല്ലാഹു അഅലം. രോഗിയായി മാറുമോ മയ്യിത്തായി മാറുമോ പറയാൻ കഴിയില്ല. അതുകൊണ്ട് അത് രക്ഷപ്പെടാൻ കഴിയില്ല. എന്തായാലും മരണം നമ്മെ പിടികൂടുക തന്നെ ചെയ്യും. ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. വിശുദ്ധ ഖുർആനിൽ റബ്ബ് പറഞ്ഞു, നിങ്ങൾ എവിടെയാണെങ്കിലും ശരി മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ, കെട്ടിയുണ്ടാക്കപ്പെട്ട വലിയ കോട്ടകൾക്കുള്ളിൽ പോയി നിങ്ങൾ ഒളിച്ചാലും ശരി മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. അതിന് എവിടെയായാലും കുഴപ്പമില്ല, ലോകത്തെവിടെയായാലും, ആകാശങ്ങളിലോ ഭൂമിയിലോ ഭൂമിക്കടിയിലോ എവിടെ ചെന്ന് എവിടെ താമസിച്ചാലും ശരി, നിശ്ചിതമായ സമയമാകുമ്പോൾ അവന്റെ റൂഹിനെ പിടിക്കാൻ മലക്കെത്തുക തന്നെ ചെയ്യും. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഈ റമദാനിൽ നോമ്പ് നോറ്റ് പള്ളി ഇരിക്കുന്ന നമ്മളെങ്കിലും ആ ബോധം അത് ആർജിച്ചെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആർക്കാ സഹോദരങ്ങളെ ആ ബോധമുണ്ടാവുക? നേരം പിടുത്ത് വൈകുന്നേരം വരെ ദുനിയാവിന്റെ പിന്നാലെ ഓടി, എല്ലാ ബഹളങ്ങളും അതിന്റെ പിന്നാലെ പോയി, അവസാനം മരിക്കാൻ പോലും ഒഴിവില്ലാത്ത വിധം, അതേക്കുറിച്ച് ആലോചിക്കാൻ ഏതായിരുന്നാലും ഒഴിവില്ലാത്ത വിധമായി മാറുന്ന ഹതഭാഗ്യവാന്മാരായി നമ്മൾ മാറാൻ പാടില്ല. ഒരു മാറ്റം അനിവാര്യമാണ്. ആ മരണത്തെ പറ്റി ഓർക്കുക, എനിക്ക് മരണമുണ്ട് എന്ന ഓർമ്മയുണ്ടാവുക. നബി തങ്ങൾ പറഞ്ഞു, അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്. എല്ലാ സുഖങ്ങളെയും മുറിച്ചു കളയുന്ന ആ മരണം, അത് നിങ്ങൾ ധാരാളമായി ഓർക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ പോലും മരിക്കാൻ സമയത്ത് പറഞ്ഞ വാക്ക് ഇന്നദിൽ മൗതി ലസക്രാത്ത്, മരണത്തിന് വല്ലാത്ത വേദനയുണ്ട് എന്ന്. നബി തങ്ങൾക്ക് പോലും മരണസമയത്ത് അതിയായ വേദനയുണ്ട് എങ്കിൽ പിന്നെ അല്ലാത്തത് പറയാനില്ല. അതുകൊണ്ട് ആ യാഥാർത്ഥ്യം ഏത് നിമിഷവും എന്നെ തേടിയെത്താം. ഒരുപക്ഷെ ഇന്ന് ഈ ജുമുഅ കഴിഞ്ഞിറങ്ങുമ്പോഴേക്ക് നമ്മിൽ ആരെങ്കിലും മരണപ്പെട്ടേക്കാം. വൈകുന്നേരമാകുമ്പോഴേക്ക് ഖബറിൽ കൊണ്ടുപോയി മറമാടപ്പെട്ടേക്കാം. അതിന് രോഗം വേണ്ട, പ്രായം പ്രശ്നമല്ല, അങ്ങനത്തെ ഒന്നും അതിന് ബാധിക്കുന്ന കാരണങ്ങളെ അല്ല. റബ്ബ് നിശ്ചയിച്ച സമയം, ആ സെക്കൻഡ് അവസാനിക്കുമ്പോൾ അവിടെ നമ്മുടെ റൂഹ് പിടിക്കപ്പെടും. എപ്പോ പിടിക്കപ്പെട്ടാലും സമാധാനത്തോടെ, സന്തോഷത്തോടെ, ആഹ്ലാദപരിതമായി ദുനിയാവിൽ പോകാൻ നമുക്ക് സാധിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരന്മാർ, റഹ്മാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നിയമനിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടെ എന്നെയും നിങ്ങളെയും ഒക്കെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ട് ഖിയാമത്ത് വരെ ഉള്ളത് ബർസഖിയായ ജീവിതമാണ്.
ശേഷം മഹ്ശറുണ്ട്, മീസാനുണ്ട്, സിറാത്തുണ്ട്, ഹിസാബ് വിചാരണയുണ്ട്. എല്ലാം കഴിഞ്ഞ് ഒന്നുകിൽ നരകത്തിലേക്ക് അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക്. ഫരീഖും ഫിൽ ജന്നതി വഫരീഖും ഫിസ് സഈർ എന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല പരിചയപ്പെടുത്തി. ഒരു ഭാഗം സ്വർഗത്തിലാണ്, ഒരു ഭാഗം നരകത്തിലുമാണ്. അവിടുന്ന് അങ്ങോട്ടാണ് പിന്നീട് സാക്ഷാൽ ജീവിതം. വഇന്ന ദാറൽ ആഖിറത ലഹിയൽ ഹയവാൻ എന്ന് വിശുദ്ധ ഖുർആനിൽ കാണാം. പാരത്രികമായ ഭവനമാണ് സാക്ഷാൽ ജീവിതമെന്ന്. ആ ജീവിതത്തിൽ രക്ഷപ്പെടണം, സ്വർഗം കിട്ടണം. നരകം സഹിക്കാൻ സാധുക്കളായി നമുക്കെന്നാലും സാധ്യമല്ല. ദുനിയാവിൽ നിസ്സാരമായ തീയ് പോലും സഹിക്കാൻ കഴിയാത്ത അത്ര ദുർബലന്മാരാണ് നമ്മളൊക്കെ. ഒരു തീപ്പൊരി ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് ഒന്ന് സ്പർശിച്ചാൽ മതി, നമുക്ക് വേദനയും പ്രയാസങ്ങളുമായി. അതിന്റെ പേരിൽ പനി പിടിക്കുകയായി, ദിവസങ്ങളിൽ പക്ഷെ മുടങ്ങി, ജോലി പോലും ലീവ് എടുത്ത് ഓഫീസ് പോകാൻ പറ്റുന്ന ചെറിയൊരു പൊള്ളലേറ്റു എന്ന് പറയും. ദുനിയാവിലെ നിസ്സാരമായ തീയാണ്, കല്ലിട്ടാൽ കെട്ടുപോകുന്ന തീയാണ് ദുനിയാവിലെ തീ. നരക തീ കല്ലിട്ടാൽ ആളിക്കത്തുന്നതാണ്. ആ നരകത്തിന്റെ ഇന്ധനം രണ്ട് കാര്യമാണ്. ഒന്ന് വലിയ വലിയ കല്ലുകൾ, രണ്ട് മനുഷ്യർ. ഇത് രണ്ടുമാണ് ആ നരകത്തീയിന്റെ ഇന്ധനമെന്ന്. പലതരം കല്ലുകൾ നരകത്തിൽ കത്തിക്കപ്പെടുമെന്നാണ്. റബ്ബിന് പുറമെ ആരാധിക്കപ്പെട്ട വിഗ്രഹങ്ങൾ നരകത്തിൽ അഗ്നിക്ക് ഇന്ധനമായി മാറുമെന്നാണ്. അതിനെ ആരാധിച്ചവർ ഉണ്ട്. ഈ ആരാധിക്കപ്പെട്ട വിഗ്രഹം അവരോടൊപ്പം നരകത്തിലുണ്ടാവും. കാരണം അവർക്ക് ഒന്നുകൂടെ ബോധ്യപ്പെടാൻ, ഇതിനെയാണല്ലോ നമ്മൾ വിളിച്ചു പ്രാർത്ഥിച്ചത്, ഇതിനോടാണല്ലോ നമ്മൾ രക്ഷയ്ക്ക് വേണ്ടി തേടിയത്, ഇതിനു വേണ്ടിയാണല്ലോ നേർച്ച നേർന്നത്, ഇതിന്റെ പേരിലാണല്ലോ സത്യം ചെയ്ത. ഇപ്പൊ നമ്മുടെ കൂടെ ഇതാ ഇവിടെ വന്ന് കിടക്കും. അവയൊക്കെ ഇലാഹുകളായിരുന്നുവെങ്കിൽ ഒരിക്കലും അവ ഈ നരകത്തിൽ വരുമായിരുന്നില്ല. പടച്ചറബിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്ന എന്തെല്ലാം ഉണ്ടോ അവയെല്ലാം ഹസബു ജഹന്നം, നരകത്തിന്റെ വിറകളാകും. അഥവാ തന്നെ ആരാധിക്കണമെന്ന് ആഗ്രഹിച്ച മനുഷ്യന്മാരടക്കമെന്നാണ് തഫ്സീർ. അവരറിയാതെ ആലോചിച്ചുണ്ടാകാം ഒരു ഉത്തരവാദികൾ. ഈസാ നബി ആരാധിക്കുന്നു, ഈസാ നബി ഉത്തരവാദിയല്ല. മുഹമ്മദ് നബി വിളിച്ചു പ്രാർത്ഥിക്കുന്നു, മുഹമ്മദ് നബി ഉത്തരവാദിയല്ല. എന്നാൽ ഞാൻ ആൾ ദൈവമാണ്, മനുഷ്യ ദൈവമാണ് എന്ന് അവകാശപ്പെട്ട് സിദ്ധവേഷം കെട്ടി എനിക്ക് ചില സിദ്ധി കൊണ്ടെന്ന് പറഞ്ഞ് അവരിലേക്ക് ആളക്ഷണിച്ച് തന്റെ മുമ്പിൽ വന്ന് പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടാൻ ആഹ്വാനം ചെയ്ത ആരൊക്കെയുണ്ടോ അവർക്ക് ഈ ആയത്തിന്റെ പരിധിയിൽ വരും. അവരും ഈ വിളിച്ചു പ്രാർത്ഥിച്ചവരും രണ്ടു കൂട്ടരും ഹസബു ജഹന്നം, നരകത്തിന്റെ വിറകാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, അവർ ഇലാഹുകളായിരുന്നുവെങ്കിൽ അവർ ആ നരകത്തിൽ വരുമായിരുന്നില്ലല്ലോ. രണ്ടു കൂട്ടരും ഒന്നിച്ചൊരുമിച്ച് കൂട്ടപ്പെടുന്നു. ആ തീയിൽ കിടന്ന് രണ്ടും ശിക്ഷിക്കപ്പെടുന്നു. ഈ ദുനിയാവിലെ തീയിന്റെ 69 ഇരട്ടി അല്ലെങ്കിൽ 70 ഇരട്ടി എന്നൊക്കെയാണ് ഹദീസിൽ അതേക്കുറിച്ച് പഠിപ്പിക്കപ്പെടുന്നത്. നമ്മെ എല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആ നരകത്തീയിലെ ഇന്ധനമായി മാറുന്ന അനേക ലക്ഷം മനുഷ്യന്മാരുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. നമ്മളതിൽ പെടാൻ പാടില്ല. ഈ ദുർബലമായ തടി, ഈ ദുർബലമായ ശരീരം നാളെ നരകാഗ്നിയിൽ വെന്തെരിയുന്ന, അവിടെ കത്തിക്കപ്പെടുന്ന ഇന്ധനമായി വിറകായി മാറാൻ ഒരിക്കലും സാഹചര്യം ഉണ്ടായി. അതിന് എന്തെല്ലാം രക്ഷകളാണോ സുരക്ഷാ മാർഗങ്ങളാണോ നാം സ്വീകരിക്കേണ്ടത് അതെല്ലാം സ്വീകരിച്ചേ പറ്റും. ഏറ്റവും പ്രധാനം വിശ്വാസമാണ്, തൗഹീദാണ് അടിസ്ഥാനം. ശിർക്ക് സംഭവിച്ചാൽ പിന്നെ സ്വർഗം ഹറാമാണ്. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. അല്ലാഹു തആല സൂറത്ത് മാഇദയിൽ പരിചയപ്പെടുത്തിയ വചനമാണ്. റബ്ബിൽ പങ്കു ചേർത്താൽ അവൻ സ്വർഗം ഹറാമാകുന്നു. അവന്റെ സങ്കേതം നരകമാണ്. ഒരു ജീവിതത്തിൽ ശിർക്ക് വരുന്നില്ല എന്ന് 100% ഉറപ്പ് വരുത്തിയേ പറ്റൂ. ബാക്കി എത്ര വലിയ മുത്തഖിയായാലും എത്ര വലിയ ഇബാദത്തുകൾ ചെയ്താലും ശരി, ശിർക്കുണ്ടെങ്കിൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അല്ലാഹു അവന് സ്വർഗം ഹറാമാക്കിയിട്ടുണ്ട്. ഒരു കാലത്തും സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റില്ല. നരകത്തിൽ ഒരുപാട് കാലങ്ങളുടെ ശിക്ഷ അനുഭവിച്ചിട്ടെങ്കിലും രക്ഷപ്പെടാമെന്ന ആ പ്രതീക്ഷ പോലും ഇല്ലാതായി സ്വർഗം ഹറാമായി മാറുമെന്നാണ് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തിയത്. അതേപോലെ മറ്റു തിന്മകൾ ഗൗരവമാണ്. ഹറാമുകൾ, തിന്മകൾ നരകത്തിലേക്കുള്ള വഴികളാണ്, തിന്മകളല്ല.
പിശാച് മനുഷ്യൻ ക്ഷണിക്കുന്നത് നരകത്തിലേക്ക്. ഇന്നമാ യദ്ഉ ഹിസ്ബഹു ലിയകൂനു മിനസ്സുഹാബിസ് സഈർ. സൂറത്ത് ഫാത്തിറിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തി അവനവന്റെ ആളുകൾ ക്ഷണിക്കുന്നത് ലിയകൂനു മിനസ്സുഹാബിസ് സഈർ, അവർ നരകാവകാശികളായി മാറാൻ വേണ്ടിയാണ് പിശാച് ക്ഷണിക്കുന്നത് എന്നാണ്. പിശാചിന്റെ പരിശ്രമം നമ്മയെല്ലാം നരകത്ത് കൊണ്ടുപോയി ചാടിക്കാനാണ്. പിശാച് ഏതായാലും നരകത്തിലാണ്. അവന്റെ കൂടെ നമ്മളും നരകത്തിന്റെ വിറകായി മാറാനാണ് പിശാച് ആഗ്രഹിക്കുന്നത്. അതിന് തിന്മകളെ നന്മകളായി തോന്നിപ്പിക്കും. തിന്മകളിൽ വലിയ ആനന്ദം കണ്ടെത്താൻ കഴിയും. ഒരുപക്ഷെ ആ തിന്മകൾക്ക് അഡിക്റ്റായി മാറും. അതൊക്കെ പൈശാചികമാണ്. അത് വല്ലാത്തൊരു ആനന്ദം. തെറ്റാണ് എന്നറിയാം, പാടില്ല എന്നറിയാം, എന്നാലും അടിമപ്പെട്ടു പോയി എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ പിന്നാലെ പോകുന്ന മനുഷ്യന്മാർ, ഹറാമുകൾ കാണുന്നവർ, തോന്നിവാസങ്ങൾ കാണുന്നവർ, അശ്ലീലമായ വ്യത്യസ്തമായ സൈറ്റുകളിൽ കയറി ദീർഘമായ മണിക്കൂറുകൾ ആ ഹറാമിൽ വിരമിക്കുന്ന ആള്. ഒരുപാട് ആളുകൾ അങ്ങനെ പെട്ടുപോയ മനുഷ്യരുണ്ട്. യഥാർത്ഥത്തിൽ പൈശാചികമാണ്. നരകക്കാരാകാൻ വേണ്ടി അവൻ ക്ഷണിക്കുകയാണ് എന്നാണ് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരു ബോധം സഹോദരങ്ങളെ ജീവിതത്തിൽ ഉണ്ടാകണം. ഹറാമിലേക്ക് പോകാതിരിക്കുക, തിന്മയിലേക്ക് പോകാതിരിക്കുക, കുഫറും ശിർക്കും ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാനുള്ള എല്ലാ തരത്തിലുമുള്ള ആ ഒരു അവബോധം നിലർത്തിപ്പോകുക, നന്മകൾ വർദ്ധിപ്പിക്കുക. നന്മ ഒരു പക്ഷേ എല്ലാവർക്കും ഒരേപോലെ ചെയ്യാൻ കഴിയണമെന്നില്ല, സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. പക്ഷെ തിന്മയിൽ മാറി നിൽക്കൽ എല്ലാവർക്കും പറ്റുമല്ലോ. നബി ഞങ്ങൾ പറഞ്ഞു, കാര്യങ്ങൾ കൽപ്പിച്ചാൽ കഴിവനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ഒരു കാര്യം വിരോധിച്ചാലോ നിങ്ങൾ വെടിഞ്ഞേ പറ്റും. അവിടെ കഴിവനുസരിച്ചെന്ന് പറഞ്ഞിട്ടില്ല. ഒരു കാര്യം പാടില്ല എന്ന് പറഞ്ഞാൽ കഴിവനുസരിച്ച് ഒഴിവാക്കുക എന്നല്ല പറഞ്ഞത്, അത് ഒഴിവാക്കിയേ പറ്റും. ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാലോ കഴിവിന്റെ പരമാവധി നിങ്ങളത് പ്രാവർത്തികമാക്കുക. എല്ലാവർക്കും ഒരേപോലെ ചെയ്യാൻ കഴിയും. ചില ആളുകൾ ഫർള് മാത്രം നിസ്കരിക്കും, ചില ആളുകൾ ഫർളിന്റെ കൂടെ മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നിസ്കരിക്കും, ചില ആളുകൾ എല്ലാ സുന്നത്ത് നിസ്കാരങ്ങളും നിർവഹിക്കും. അത് വ്യത്യസ്തമാണ്. ചില ആളുകൾക്ക് നോമ്പിലും അതേപോലെ ഖുർആൻ പാരായണത്തിലും ദിക്ർ ദുആയിലും എല്ലാം ഇങ്ങനത്തെ ഏറ്റവും വ്യത്യാസം ഉണ്ടാകാം. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ത്വരീഖുൽ ഹിജ്റത്ത് എന്ന കിതാബിൽ പറഞ്ഞു, അല്ലാഹു തആല ഓരോരുത്തർക്കും ഓരോ ബാബാണ് തുറന്നു കൊടുക്കുക, എല്ലാവർക്കും ഒരുപോലെയല്ല. ചില ആൾക്ക് അത് തുറന്നു കൊടുക്കുക നിസ്കാരത്തിന്റെ ബാബായിരിക്കും. നിസ്കാരം വലിയ ആവേശമായി ധാരാളമായി നിസ്കരിക്കുന്നു, ദീർഘമായി സുജൂദിൽ കിടക്കുന്നു, ദീർഘമായി പ്രാർത്ഥിക്കുന്നു, അതിലായിരിക്കും ആനന്ദം ലഭിക്കുക. ചില ആൾക്ക് നോമ്പായിരിക്കും അല്ലാഹു തആല തുറന്നു കൊടുക്കുന്നതൊക്കെ വേണം. എല്ലാ നോമ്പും നോക്കും, പരമാവധി സുന്നത്ത് നോമ്പ് നോക്കും. അത് ചില ആൾക്ക് റബ്ബ് നൽകുന്ന തൗഫീഖാണ്. ചില ആളുകൾ ഖുർആനുമായുള്ള ബന്ധമായിരിക്കാം. ഖുർആൻ ഓതുക, അത് പഠിക്കുക, അതിന്റെ കൂടെ സമയം കണ്ടെത്തുക, അതായിരിക്കും വേറെ ചില ആളുകൾക്ക് അല്ലാഹു തആല നൽകുന്ന വഴികൾ. വേറെ ചില ആളുകൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയുമായിരിക്കും വേറെ ചില ആളുകൾ റബ്ബ് നൽകുന്ന ചില വഴികൾ. ചില ആളുകൾക്ക് ദാനധർമ്മമായിരിക്കും. എന്ത് കിട്ടിയാലും സദഖ ചെയ്യുന്ന മനുഷ്യന്മാരുണ്ട്, എന്തു വന്നാലും സദഖയായി കൊടുക്കുന്നു, എല്ലാം ദാനം ചെയ്യുന്നു. അങ്ങനത്തെ ആളുകൾ ഉണ്ടാവും. അപ്പൊ നമുക്ക് ശ്രദ്ധിക്കാനും ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ആളായിരുന്നു. ഈ പറയപ്പെട്ട എല്ലാം ഉൾക്കൊള്ളുന്നവർ തുച്ഛമാളുകൾക്ക് അങ്ങനെ ഒരു ഭാഗ്യം ലഭിക്കുകയും. അതുകൊണ്ട് ഏത് ബാബിലാണോ നമുക്ക് മുന്നേറാൻ കഴിയുക അതിൽ നമ്മൾ മുന്നേറുക. നന്മയുടെ ഒരു വഴി നമ്മൾ കണ്ടെത്തി, നമുക്ക് പറ്റിയ നമുക്ക് താല്പര്യമുള്ള നന്മ ആ വഴി കണ്ടെത്തി ആ വഴിയിൽ പരമാവധി ആസ്വദിച്ച് അത് വർദ്ധിപ്പിക്കാൻ, ആ വഴിയിൽ മുന്നേറാൻ ശ്രമിക്കുക. എപ്പോഴും റബ്ബ് കാണുന്നുണ്ട്, അല്ലാഹു നിരീക്ഷിക്കുന്നുണ്ട്, അവൻ നോക്കുന്നുണ്ട് എന്ന ആ ബോധം കാത്തു സൂക്ഷിക്കുക. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, നിന്റെ റബ്ബ് പതിസ്ഥാനത്തുണ്ട് എന്നാണ്. അവൻ നിരീക്ഷിക്കുന്നുണ്ട്, നിന്നെ എല്ലാ സംഗതിയും നിരീക്ഷിക്കുന്നു. ഒരു വാക്കങ്ങൾ വായിന്ന് വീണാൽ അതുപോലെ രേഖപ്പെടുത്താൻ അല്ലാഹു തആല മലക്കുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. കണ്ണിന്റെ കട്ടുനോട്ടം പോലും കണ്ണിന്റെ വഞ്ചന പോലും അറിയുന്നവനാണ് അല്ലാഹു തആല. ഒരു നോട്ടം അന്യായമായി പോയാൽ അതുപോലും അറിയുന്നവനാണ് അല്ലാഹു തആല. അല്ലാഹു അലീമാണ്, അവൻ സമീആണ്, അവൻ ബസീറാണ്, അവൻ ഖദീറാണ്, ഹകീമാണ്, ലത്തീഫാണ്, ഖബീറാണ്, സൂക്ഷ്മജ്ഞാനിയാണ്, നിഗൂഢമായതിനെ പോലും അറിയുന്നവനാണ്. റബ്ബറിയാത്ത ഒന്നുമില്ല. ഒരു നോട്ടം മര്യാദക്കല്ലെങ്കിൽ അതുപോലും അറിയുന്നവനാണ് അല്ലാഹു തആല. വമാ തുഖ്ഫി സുദൂർ, മനസ്സുകളിൽ ഹൃദയങ്ങളിൽ ഒളിപ്പിച്ചു വെക്കുന്നതിനെ പോലും അറിയുന്നവനാകുന്നു അല്ലാഹു തആല. വസിറു ഖൗലക്കും അവിജ്ഹറു ബി ഇന്നഹു അലീമും ബിദാത്തിസ് സുദൂർ. നിങ്ങൾ ഉറക്കെ പറഞ്ഞാലും ശരി, പതുക്കെ പറഞ്ഞാലും ശരി, നിങ്ങൾ ഹൃദയങ്ങളിലുള്ളത് അറിയുന്നവനാകുന്നു അല്ലാഹു തആല. എല്ലാം റബ്ബ് കാണുന്നുണ്ട്. മയൽഫിലു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഒരു വാക്കങ്ങ് ഉച്ചരിക്കുന്നുവെങ്കിൽ അത് രേഖപ്പെടുത്താൻ സജ്ജമായി നിൽക്കുന്ന മലക്കളെ അല്ലാഹു തആല ഏർപ്പാടാക്കിയിട്ടുണ്ട്.
ഈ ഓർമ്മകൾ എപ്പോഴും ഉണ്ടാവും. എന്ത് പറയുമ്പോഴും ആലോചിച്ച് മാത്രം പറയുക, എന്ത് കാണുമ്പോഴും ആലോചിച്ചിട്ട് മാത്രം കാണുക. ഇത് ഹറാമാണോ, കാണാൻ പറ്റിയതാണോ, പറയാൻ പറ്റിയതാണോ, കേൾക്കാൻ പറ്റിയതാണോ, എനിക്ക് ചെയ്യാൻ പറ്റിയതാണോ എന്ന് ആലോചിച്ച് അത് കുറ്റകരമല്ല എന്ന് ഉറപ്പായ ശേഷമേ ആ വഴിയിലേക്ക് പോകാവൂ. ഏറ്റവും ചുരുങ്ങിയത് നന്മയല്ല, കൂലിയില്ല ആയിക്കോട്ടെ, എന്നാലും വേണ്ടില്ല, ഹറാമില്ല, കുറ്റകരമല്ല എന്ന ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ ആ വഴിയിലേക്ക് നമ്മൾ പോകാവൂ. അല്ലെങ്കിൽ അനാവശ്യങ്ങളുടെ അതിലൂടെ കടന്നു പോകേണ്ടി വന്നാൽ മാന്യന്മാരായി പോകുന്നവരാണ് റബ്ബിന്റെ ഇഷ്ടദാസന്മാരെന്നാണ്. അതിലേക്ക് ശ്രദ്ധിക്കുന്നില്ല. ഒരു ഹറാമായ വേദി പെട്ടുപോയി, ഒരു ഹറാമായ രംഗത്ത് പോയി കുടുങ്ങിപ്പോയി, അവനിലേക്ക് നോക്കുന്നില്ല, അതവൻ ശ്രദ്ധിക്കുന്ന പോലുമില്ല. മാന്യന്മാരായി പോകുന്നു. അന്യായമായതിനൊന്നിനും സാക്ഷ്യം വഹിക്കാത്തവരാകുന്ന അവർ. അതുകൊണ്ട് ആ നിൽക്കുന്ന സ്വഭാവ ഗുണങ്ങളെ ഉണ്ടാക്കിയെടുക്കാൻ ഏറ്റവും നല്ല ട്രെയിനിങ് ടൈം, പരിശീലിക്കാൻ പറ്റിയ സമയമാണ് റമദാനെന്ന്. നമ്മൾ അല്ലാഹുവിന് വേണ്ടി ഭക്ഷണം ഒഴിവാക്കി, പാനീയങ്ങൾ ഒഴിവാക്കി, വിചാരങ്ങളെ നിയന്ത്രിച്ചു, പരമാവധി റബ്ബിന് ഇഷ്ടപ്പെട്ട വഴിയിൽ ജീവിതത്തെ ക്രമീകരിക്കാൻ ഈ മാസം നമ്മൾ ഏതായാലും തയ്യാറായി. ഇതിനേക്കാൾ നല്ല പരിശീലന കളരി വളരെ ലഭിക്കാറില്ല. അവിടെ ഈ റമദാനിനെ ഒരു ജിഹാദായി കാണുക, സ്വന്തത്തോളം ജിഹാദ്, നമ്മോടുള്ള ജിഹാദ്. നമ്മൾ തോറ്റ ഒരുപാട് രംഗമുണ്ട്, അവിടെ ജയിക്കാനുള്ള പരിശ്രമം. അതായത് റമദാൻ പരാജയപ്പെട്ടു പോയ, ശ്രമിച്ചിട്ടും ജയിക്കാൻ പറ്റാതെ പോയ ഒരുപാട് മേഖലകൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. ചില അശ്ലീലങ്ങൾ, ചില തോന്നിവാസങ്ങൾ, ചില തിന്മകൾ ജീവിതത്തിൽ ശീലിച്ചു പോന്നു. നമുക്കറിയാം തെറ്റാണ്, നന്നാകണം, മാറണം, പക്ഷെ കഴിയുന്നില്ല. എങ്കിൽ ആ ജിഹാദ് നടത്തുന്ന സമയമാണ് ഈ റമദാൻ. ആ നിലക്കുള്ള മാറ്റത്തിന് സാധിച്ചാൽ അൽഹംദുലില്ലാ അത് വലിയ നേട്ടമാണ്. അല്ലെങ്കിൽ റമദാനിൽ മാത്രം അല്ലാഹുവിനെ പേടിച്ച് റമദാൻ കഴിഞ്ഞിട്ടാവാമെന്നും പറഞ്ഞ് തൽക്കാലം തിരുമ നിർത്തിച്ച് നോമ്പാണ് കഴിയട്ടെന്ന് കാണിച്ചേരാ എന്നാണെങ്കിൽ ഞാൻ നോമ്പൊന്നും കാര്യമില്ല. ഒരു സഹോദരങ്ങളെ, ഒരു തഖ്വ എന്നുള്ളത് ജീവിതത്തുടനീളം കൈമുതലായി കാണേണ്ടതാണ്. എല്ലാ സമയത്തും 24 മണിക്കൂറും കൈവശം ഉണ്ടാകേണ്ടുന്ന നമ്മുടെ ആഭരണമാണ്, നമ്മുടെ ലിബാസാണ്, നമ്മുടെ വസ്ത്രമാണ് തഖ്വ എന്നുള്ളത്. ആ വസ്ത്രം അണിയുന്നവരായി എന്ന് പറഞ്ഞ തഖ്വയുടെ വസ്ത്രം അത് അണിഞ്ഞുകൊണ്ട് ജീവിക്കാൻ നമുക്ക് പറ്റണം. കണ്ണും കാതും കൈയും കാലും ഹൃദയവും അടക്കം എല്ലാം തഖ്വയിൽ അധിഷ്ഠിതമായി ഞാനൊരു മുത്തഖിയാണ്. മുത്തഖീങ്ങളുടെ ഇമാമാക്കണേ അല്ലാഹ് എന്നാണ് നമ്മുടെ പ്രാർത്ഥന. നമുക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണല്ലോ ശരിയായ വിശ്വാസം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ. റബ്ബേ, കൺകുളിർമ നൽകണേ എന്നാണ്. സന്താനങ്ങളിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, ഭാര്യയിൽ നിന്ന്, ഭർത്താവിൽ നിന്ന് കൺകുളിർമ നൽകണേ അല്ലാഹ്. വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ, നീ ഞങ്ങളെ മുത്തഖീങ്ങളുടെ ഇമാമാക്കണം. 4 മുത്തഖീങ്ങൾ ചേർന്നാൽ അവിടെ ഇമാമ നിൽക്കേണ്ടവർ നമ്മളാണ്. 10 മുത്തഖീകൾ ഒരുമിച്ച് കൂടുമ്പോൾ മുമ്പിൽ നിൽക്കുന്ന മാതൃകായോഗ്യരായ ഇമാമാകേണ്ടവർ ഞാനും എന്റെ മക്കളുമാണ്. 4 വീട്ടുകാർ മുത്തഖീകളായ വീട്ടുകാർ കൂടുമ്പോ എന്റെ വീടാണ് അവിടെ ഇമാമായ വീടായി ഉണ്ടാവേണ്ടത്. അത് പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, അതിനുവേണ്ട പരിശ്രമം കൂടി ഉണ്ടാകാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഖൈറും ബർക്കത്തും നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ഒന്നുപോയ ധാരാളം അബദ്ധങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ മാസത്തിൽ അവന്റെ മഹത്തായ ഫضل കൊണ്ട് നമുക്കെല്ലാം വിട്ടുപുറത്ത് മാപ്പ് നൽകുമാറാവട്ടെ. അനേക ലക്ഷം മനുഷ്യന്മാർക്ക് അല്ലാഹു തആല ഓരോ ദിവസവും നരകമോചനം നൽകുമെന്ന് ഹദീസിൽ കാണാം. നമ്മുടെ എല്ലാം പിരടികളെ റബ്ബ് സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമാറാവട്ടെ. അല്ലാഹു സ്വർഗ്ഗം നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه.